ഉത്കണ്ഠയും മാനസിക സംഘർഷങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സിനെ തിരിച്ചറിയാനും ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാനും സന്തോഷം കണ്ടെത്താനും നമ്മെ സഹായിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മനസ്സിന്റെ സമാധാനം, ജീവിതത്തിലെ സന്തോഷം എന്നിവയെ ലക്ഷ്യമാക്കി ഒരുപാട് പേരുടെ സ്വപ്നമായി വളർന്ന ഒരു മനോഹര ആശയത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ശ്വാസത്തെ ശ്രദ്ധിക്കുക, ചിന്തകളെ തിരിച്ചറിയുക, വികാരങ്ങളെ അംഗീകരിക്കുക എന്നീ ലളിതമായ കാര്യങ്ങളാണ്. ഹാപ്പി ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചിരിച്ചിരിക്കുക എന്നതല്ല, പ്രശ്നങ്ങൾക്കിടയിലും മനസ്സിൽ സമാധാനം നിലനിർത്താൻ കഴിയുക എന്നതാണ്. മൈൻഡ്ഫുള്ളായ ഒരാൾ എന്ന് പറയുമ്പോൾ അയാൾ കോപത്തെ നിയന്ത്രിക്കാൻ പഠിക്കും, സമ്മർദ്ദത്തെ സൗമ്യതയോടെ കൈകാര്യം ചെയ്യും, ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കും, ജീവിതത്തെ നന്ദിയോടെ സ്വീകരിക്കും, പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ, വേദനയിൽ പോലും പാഠം കണ്ടെത്താൻ, പരാജയത്തെ സ്വീകാര്യമാക്കാൻ, വിജയത്തെ അഹങ്കാരമില്ലാതെ ആസ്വദിക്കാൻ. ഇതൊക്കെയാണ് ഹാപ്പി ലൈഫ്. ആൻസൈറ്റി, ഡിപ്രഷൻ മാനേജ്മെന്റ് സെക്ഷൻസ്, ഇമോഷണൽ ഹെൽത്തി ആൻഡ് സെൽഫി അവയർനെസ് പ്രോഗ്രാം, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഹാപ്പി ലിവിംഗ് വർക്ക്ഷോപ്സ്. ഇതിലൂടെയൊക്കെ നമ്മുടെ ഒരാളുടെ ചിന്തകൾ വ്യക്തതയുള്ളതാക്കാനും ഭാവങ്ങൾ നിയന്ത്രിക്കാനും ജീവിതത്തെ കൂടുതൽ സന്തോഷത്തോടെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. ഈ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള പരിശീലനങ്ങൾ പ്രായഭേദമന്യേ എല്ലാവർക്കും അനുയോജ്യം. മുതിർന്നവർക്ക് ശാന്തിയും ആത്മസന്തോഷവും, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ മാറ്റുന്ന ഒരു യാത്ര തന്നെയാണ് ഇത്. മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് എന്നത് ഒരു ദിവസത്തെ പരിശീലനമല്ല, ഒരു ജീവിത യാത്രയാണ്. സ്വയം തിരിച്ചറിയുന്ന, ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുന്ന, സന്തോഷത്തെ പങ്കുവെക്കുന്ന ഒരു നല്ല മനുഷ്യനായി മാറാനുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഹാപ്പിനെസ് സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ പി വിദേശ് അവർകളാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന് ആശംസകളുമായി സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന നമ്മുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി ടി ബേബി അവരുകളെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാം പ്രിയപ്പെട്ട 19ാം വാർഡ് കൗൺസിലർ ശ്രീ ശശികുമാർ എം, അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രൊഫസർ രഘുനാഥ് പാറക്കൽ, അദ്ദേഹത്തെയും സൈക്കോളജിസ്റ്റ് ആൻഡ് വൈസ് ചാൻസലറാണ്. അതുപോലെ നമ്മുടെ അനുരു സാറിന്റെ മെന്റർ കൂടിയാണ്, അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മൈൻഡ് മാസ്റ്ററിയുടെ സ്ഥാപകനും സൈക്കോളജിസ്റ്റുമായ പാർത്ഥസാരഥി സാർ, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഔപചാരിക പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം അല്ലേ? ഏതൊരു നല്ല കാര്യവും നമ്മളൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണ കനിവിന്നുറവേ, കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ മുഴുവൻ, സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എന്തായാലും ഈ ഒരു ഹാപ്പിനെസ് കേന്ദ്രം പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കാൻ ഇത്ര നേരം ഇത്രയും ഇദ്ദേഹത്തിന്റെ ഒരു അക്ഷീണ പരിശ്രമത്തിന്റെയും സേവന മനസ്സിന്റെയും ഫലമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു തന്നെ പറയാം. അദ്ദേഹത്തെ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈൻഡ്ഫുൾ വേൾഡ് ഇനി നമ്മുടെ പാലക്കാട് സന്തോഷത്തിന്റെ ഒരു സിറ്റിയായി മാറട്ടെ. അതിന് വന്നതിൽ ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനൊരു ആശയത്തിന് കൂട്ടുനിന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചെയർപേഴ്സണായിട്ടുള്ള സ്മിതേജി, ബേബി ചേച്ചി, ശശികുമാർജി, രഘുനാഥ് സാർ, പാർസാദി, ഇവരെല്ലാം വിലപിടിച്ച സമയം മാറ്റിവെച്ച്, നിങ്ങൾ വിലപിടിച്ച സമയം മാറ്റിവെച്ച് ഈ പുതിയൊരു ആശയം, അതായത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആൻഡ് ഹാപ്പിനെസ് സെന്റർ, നമുക്ക് സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും ആവശ്യം, അതിനുശേഷമാണ് ബാക്കിയെല്ലാം. എന്താണ് സന്തോഷം? നമ്മൾ വിചാരിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ സന്തോഷവാനായി പറയാനില്ല. അത് പ്ലസന്റ് ഫീലിംഗ് ആണ്. സന്തോഷവും പ്ലസന്റ് ഫീലിംഗും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ മനസ്സ് കണ്ടന്റ് ആയിരിക്കുക, അതായത് സംതൃപ്തിയായ മനസ്സ്, അതാണ് സന്തോഷം. എന്താണ് നമുക്കുള്ളത് അതിൽ നമ്മൾ അറ്റൻഷൻ കൊടുത്ത് അന്നത്തെ ഫോക്കസ്, അതായത് ആ നിമിഷത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ മനസ്സ് സന്തോഷം. ആ സന്തോഷത്തിന്റെ ട്രെയിനിങ്
സെന്ററാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആൻഡ് ഹാപ്പിനെസ് സെന്റർ. അപ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ചെയർപേഴ്സണോട്. നമ്മുടെ പാലക്കാട് സിറ്റിയെ നമ്പർ 1 ഹാപ്പിനെസ് സെന്ററാക്കി മാറ്റേണ്ട ചുമതല നമ്മുടെ ചെയർപേഴ്സൺ നൽകേണ്ട എന്റെ നിവേദനം നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ കൊടുക്കണം. അത് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി മാറും. അത് നമ്മുടെ പാലക്കാട് സിറ്റി എല്ലാവരും ഹാപ്പിനെസ് ടു ഓൾ, അതാണ് ആ കോൺസെപ്റ്റ്. ഒരു ഗ്രൂപ്പിന് മാത്രമല്ല ഹാപ്പിനെസ് ടു ഓൾ, അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അതിൽ ഉള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ എല്ലാ കാലഘട്ടവും വിജയിക്കുന്നതിന് തർക്കമില്ല. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥകൾ മാറി അണുകുടുംബങ്ങളായി മത്സരങ്ങൾ പെരുകി, മനസ്സുകൊണ്ടുള്ള മത്സരങ്ങൾ ഇന്ന് സമൂഹത്തിൽ സുലഭമാണ്. അതിൽ നല്ല വ്യത്യസ്തമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക, അതിനുവേണ്ടിയൊരു സമൂഹം സൃഷ്ടിപ്പെടുത്തുക എന്നുള്ള ഒരു പദ്ധതി ഏറെ നല്ല പദ്ധതിയാണ്. സന്തോഷം എന്നതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സന്തോഷ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തവന് ലഭിക്കുമ്പോൾ അസൂയപ്പെടാതിരിക്കുക, അവനവന് ലഭിക്കുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക. ഈ 2 ക്യാപ്റ്റൻസ് മനസ്സിലാക്കുന്നത് നമ്മൾ ഓർത്ത് വെച്ചാൽ മനുഷ്യ സംബന്ധിച്ച് സന്ദർശിക്കാൻ മറ്റ് ഒരു മാർഗങ്ങളും വേണ്ട. സ്വാഭാവികം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അടുത്ത ഈ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ വരുന്ന ചെറിയൊരു നഷ്ടബോധം, ആ നഷ്ടബോധം പോലുള്ള വിഷയങ്ങളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഇന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ന്യൂറോസയൻസിനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. ഇതെല്ലാം അസുഖങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് സ്ട്രെസ്സാണ്. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ജീവിതശൈലി രോഗത്തിന് അടിമപ്പെടുകയാണ്. നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദം നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കടന്നു വരും. കേരളത്തിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ ഹബ്ബായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഈ എല്ലാ രോഗങ്ങളും പൂർണ്ണമായിട്ടും നമുക്കൊരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള മരുന്ന് കൊണ്ട് കഴിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു അസുഖത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വൈദ്യമേഖല കൈവിടുന്ന സമയത്ത് എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒരു വാചകമുണ്ട്: ഈശ്വരനെ പ്രാർത്ഥിച്ചു. ഈശ്വരനെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരൻ വന്ന് നമ്മുടെ അസുഖം മാറ്റി തരില്ല. അതിനകത്ത് ഒന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സ് നമ്മൾ ആ ചികിത്സയ്ക്ക് അനുകൂലമാക്കി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനകത്തുള്ള കലുഷ്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ മനസ്സിനെ നൈർമല്യമാക്കുക. അത് തന്നെയാണ് സന്തോഷം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നേതൃത്വത്തിലെ നിലയിലെത്തിയിരിക്കുന്ന നമ്മുടെ അരുണാനന്ദൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ വിദഗ്ധ മനഃശാസ്ത്രജ്ഞരായ ഞങ്ങളുടെ രഘുനാഥ് സാർ, സാർ, നമ്മുടെ വാർഡ് ഡോക്ടർ ശശികുമാർ സാർ, ഡോക്ടർ വേദിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷപൂർവ്വമാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 100% ഞങ്ങൾ ബോഡി ജിം എങ്ങനെയാണ് വേണം, അതുപോലെ തന്നെ മെയിൻ്റെ ജിമ്മും കൂടി ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു ഹാപ്പിനെസ് സെൻറ്റർ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഞങ്ങൾ ഒരാശയം ഞങ്ങൾ ചെയർമാനും കൂടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. 3 വാർഡുകൾ കൂടുമ്പോൾ ഇതുപോലെയുള്ള ഒരു മൈൻഡ് ജിം അങ്ങനെയുള്ള കുറിച്ച് ആലോചിക്കാമെന്ന് ഈ വേളയിൽ ഒരു ആശയം പറയുകയാണ്. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ
വളരെ അത്യാവശ്യമാണ് ഇതുപോലെയുള്ള സെൻറ്ററുകളുടെ ആവശ്യം. കാരണം നമ്മൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും അത് വിവാഹിതയായ അമ്മമാരാണെങ്കിലും ഒന്നോ അത് ഏറ്റവും കൂടുതലുള്ള സ്ഥിതിയിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോലെ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു കൊണ്ടുതന്നെ അവരുടെ ജീവിതം ഭദ്രമാക്കുവാൻ ഏറ്റവും ഉതകുന്ന ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം കുറിച്ചിരിക്കുന്നത്. 100% ഇത് വിജയിക്കും. എന്തായാലും ഇന്ന് വന്നിരിക്കുന്നവരുടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ആശംസകൾ കൂടി അറിയിക്കുകയാണ്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന കൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായിട്ടുള്ള ശ്രീ അനിരുദ്ധൻ ദേവദാസ് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള പാലക്കാട് നഗരസഭയുടെ ആദ്യമായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീ എ സുധേഷ്, പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബേബി ചേച്ചി, ഡോക്ടർ രഘുനാഥ് പാറയ്ക്കൽ, ഡോക്ടർ പാർത്ഥസാരഥി, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇന്നത്തെ ആധുനിക ലോകത്ത് 2 ദിവസങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നൂറ്റാണ്ടുകളോളം നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ക്യാപിറ്റലിസം, മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്ന ക്യാപിറ്റലിസം, മറ്റൊന്ന് തൊഴിലാളി വർഗത്തെ പ്രതിനിധീകരിക്കുന്ന സോഷ്യലിസം. പക്ഷേ ഭാരതത്തിൻ്റെ ട്രഡീഷൻ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ച ഒരു സമൂഹമാണ് ഭാരതം പ്രതിനിധീകരിക്കുന്നത്. നമുക്കറിയാം ആത്മീയ രംഗത്തും മെഡിറ്റേഷൻ, യോഗ ഇതുപോലുള്ള സന്യാസം ഇതുപോലുള്ള കൺസെപ്റ്റുകൾ ഭാരതത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ഇവിടെ അനിരുദ്ധൻജി സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ഈ മൈൻഡ്ഫുൾനെസ് യോഗ എന്ന ഈ കൺസെപ്റ്റ് തന്നെ ബുദ്ധദർശനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള റിസർച്ചുകളുടെ ഭാഗമായിട്ട് ഉയർത്തിയിട്ട് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇന്നത്തെ ലോകം എന്താണ് ആവശ്യപ്പെടുന്നത്, ഇന്നത്തെ കാലം എന്താണ് ആവശ്യപ്പെടുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കുന്ന ഒരു ആശയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ആശയം തന്നെയാണിത്. കാരണം നമുക്കറിയാം ഒരു 30 സെക്കൻഡ് റീൽസ് പോലും ക്ഷമയോടെ കാണാൻ സാധിക്കാത്ത ഒരു തലമുറയാണ് നമ്മളടക്കം. അതിന് അഡിക്റ്റായി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ദാരുണമായ സംഭവം നമുക്കുണ്ട്. ഒരു 30 സെക്കൻഡ് റീലിൻ്റെ റീച്ചിന് വേണ്ടി ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുണ്ടാക്കുന്ന ആഘാതം എന്തെന്ന് അറിയാതെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ വീഡിയോയുടെ മനോവിഷമത്തിൽ ഒരാൾ ജീവൻ കൊടുക്കുന്നു. ഇത് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു കാതലായ പ്രശ്നത്തിന്റെ ഒരു സിമ്പിൾ മാത്രമാണ്. സമൂഹത്തിൽ ഇത് തന്നെയാണ് എല്ലാ ദിനവും പല തലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിയമപരമായി നേടാനുള്ള ഒരു സാഹചര്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനെ അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കാനുള്ള സാഹചര്യം ആ യുവാവിനുമുണ്ട്. പക്ഷേ നടന്നത് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാൻ ആത്മഹത്യയും ലഹരിയും ഒന്നുമല്ല, അതിന് മറുമരുന്നുകളുണ്ട്. അതിന് ഇത്തരം യോഗയും മെഡിറ്റേഷനൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി അത് പരിശീലിപ്പിക്കുന്നത് ഒരു ക്ഷണികമായ സന്തോഷം മാത്രമല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ യോഗ സെന്ററിന്റെ എല്ലാ വികാസത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ചാലഞ്ച് ദി ചാലഞ്ചസ്. എളുപ്പമൊന്നുമല്ല ഈ പറയുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലേ? ചാലഞ്ച് ദി ചാലഞ്ചസ്, അതാണ് സത്യത്തിൽ അനിരുദ്ധൻ ഏറ്റെടുത്ത ഒരു പരിപാടി. ഞാൻ ഡൽഹിയിലൊരു വേദിയിൽ സംസാരിച്ചപ്പോൾ വോട്ടോക്കലാണ് സംസാരിച്ചത്. ഒരു ഹാപ്പിനെസ് മിനിസ്ട്രി ഇന്ത്യയിൽ തന്നെ വേണം എന്ന് വാദിച്ച ഒരു ഡോക്ടറാണ് ഞാൻ. ഒരു ഹാപ്പിനെസ് മിനിസ്ട്രി, നമ്മുടെ ഇവിടെ ഹാപ്പിനെസ് മിനിസ്ട്രി ഉണ്ടെങ്കിൽ നമ്മുടെ ബേബി ചെയ്യാനുള്ള ഞാൻ കുറെ കാലമായിട്ട് പല പ്രോജക്റ്റുകളും പറയാറുണ്ട്, ഒക്കെ എന്ന് പറയാറുണ്ട്. കൂട്ടത്തിലൊരു മീനാക്ഷി മാമുണ്ട്. അവരെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പറയണ്ടേ, നമുക്ക് പലതും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവരാണ് ഹെൽത്തിൻ്റെ ആൾക്കാരെന്ന്. നിങ്ങൾ എന്തായാലും ഏറ്റെടുത്ത പരിപാടിയൊന്നും അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്ന ഡിസ്ട്രിക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്ന ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം ലിറ്ററസി മിഷന്റെ പാർട്ടായിരുന്നു ഞാൻ. കൊല്ലത്തിന് വേണ്ടി ഒരു പ്രോജക്ട് ചെയ്ത മനുഷ്യനെന്ന് എനിക്ക് പറയാണ്. ഇപ്പൊ കേരളത്തിലെ ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് പലരും പല രീതിയിൽ പല ക്ലൈമുകളൊക്കെ പറഞ്ഞത് സ്വീഡനായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ പറയുകയാണെങ്കിലും മാനസിക ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷൻ ഇന്ന് കേരളത്തിലെ അധികാരികൾ നടത്തിയിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ്. ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനത്തിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റും കേരളത്തിലാണ്.
ഏറ്റവും കൂടുതൽ സാക്ഷരത ഇല്ലാത്ത സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിന്റെ സൂയിസൈഡ് റേറ്റ് കമ്മിയാണ്. ഞാനിത് വിക്ടോറിയ കോളേജിൽ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി എന്നോട് പറയേണ്ടായി, അങ്ങളുടെ വിവരമില്ല എന്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയായിരുന്നു, മലയാളി ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്, ബീഹാറുകാർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ മാനസിക ആരോഗ്യ രംഗത്ത് ഒരുപാട് പ്രവർത്തിക്കണം. ഒരു കാര്യം കൂടെ, എന്തായാലും അധ്യക്ഷനും നമ്മുടെ കൗൺസിലറും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഉള്ള അവസ്ഥയ്ക്ക്, വൈസ് ചെയർപേഴ്സൺ ഉള്ള അവസ്ഥയ്ക്ക് ഒരു കാര്യം പറയാൻ കൂടാതെ, കൗമാര ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടില്ല. കൗമാരക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു ജില്ലയാണ്, പല ജില്ലകളിൽ നിന്നാണ് പാലക്കാട്. ഇപ്പൊ നിങ്ങളോട് ഒരു റിക്വസ്റ്റ്, എന്തായാലും ഒരു ഇത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുപോലെ തന്നെ ഞങ്ങൾ ഈ വേദി എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോകുന്നതിന് വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് തുടങ്ങും. പാർത്ഥസാരഥി സാറിന് നിങ്ങളുടെ ആളാണ്, കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ദിനം ഞാനും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും മദ്യത്തിന് വിമുക്തിയുള്ള ഒരു കേന്ദ്രം അവിടെ തുടങ്ങാനും മാസത്തിലൊരിക്കലോ മാസത്തിൽ 2 പ്രാവശ്യമോ സൗജന്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഒരു സെന്റർ, ഇത് പല മുനിസിപ്പൽ ചെയർപേഴ്സൺ ബന്ധപ്പെടും ഒരാൾ ചിരിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ വേദികളിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പാലക്കാട് നഗരസഭ അവസാനം എന്നെ ഒരു പൊന്നാനയൊക്കെ തന്ന് ഒരു ട്രോഫിയൊക്കെ തന്ന് മിണ്ടാതാക്കിയ ഒരു ചരിത്രമുണ്ട് പണ്ട്. ഇപ്പോഴാണ് സാറ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ അധികം ഞാൻ മിണ്ടാറില്ല, പത്രങ്ങൾ എഴുതാറൊന്നുമില്ല. എനിവേ നിങ്ങളെങ്കിലും അത് ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്ത് തന്നെയായാലും പാലക്കാടിന്റെ മാനസികാരോഗ്യം നമുക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുപിടിച്ചുകൊണ്ട് എന്തെങ്കിലും പുതിയ പരിപാടികൾ നമുക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ പാർത്ഥസാരഥി സാറിന്റെ സമ്മതം ചോദിച്ചില്ലേ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആളുകൾ അനുരോധം ചെയ്യേണ്ട ഞാനും വരാം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സെന്റർ ഉണ്ടാകാൻ എന്തായാലും 2 പേരുണ്ടല്ലോ അല്ലേ? കൗൺസിലറുണ്ട്, അതുപോലെ തന്നെ ചെയർപേഴ്സണുണ്ട്, അതുപോലെ വൈസ് ചെയർമാൻ ഉണ്ടല്ലോ. നമുക്ക് ഇത് പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു. വേറെ ഏതെങ്കിലും വേദികൾ നമുക്ക് വീണ്ടും കാണാം എന്നൊരു ഭീഷണിയോടുകൂടി തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കരുത്തനായ സാരഥി ഡെപ്യൂട്ടി ചെയർമാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ രഘുനാഥ് ജി, മറ്റ് നമ്മുടെ കൗൺസിലർ എല്ലാവർക്കും, അതെല്ലാം ഉപരി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളും ഇവിടെ അനുരഞ്ജി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. മനുഷ്യൻ മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ അന്വേഷിച്ച് നടക്കുന്നത് സന്തോഷമാണ്. കാരണം ഓരോ ജീവിയും ആ ജീവി നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള തത്രപ്പാടുകളാണ്. അത് നമ്മൾ കണ്ണിൽ കാണുന്ന ഉറുമ്പാണെങ്കിലും എലിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പുലിയാണെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. മനുഷ്യൻ അത്തരത്തിലുള്ള ഓട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെതായ ആ സ്വത്വം മറന്നുള്ള ഒരു ഓട്ടമാണ്. ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നില്ല, നമ്മുടെ മനസ്സിന്റെ ഒരു വ്യാപ്തി അറിയാൻ വേണ്ടിയിട്ട്. സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൗരയൂഥത്തിന്റെ നാഥനായ സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല എന്ന് നമുക്കറിയാം. ആ സൂര്യനെ മനസ്സിൽ ഓർത്തു. സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് സൂര്യൻ വന്നു. നമ്മുടെ മനസ്സുകൊണ്ട് സൂര്യന്റെ അടുത്തേക്ക് എത്താൻ സമയം വല്ലതും വേണ്ട. നമ്മുടെ തലച്ചോറിൽ ചിന്തിക്കുന്ന സമയം കൊണ്ട് നമ്മൾ സൂര്യന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ സൗരയൂഥത്തിന്റെ നാഥനായ സൂര്യനിൽ നിന്നും സൂര്യകിരണങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്താൻ എത്ര സമയം വേണമെന്നറിയാമോ? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് പ്രകാശമാണ്, അതും സൂര്യപ്രകാശമാണ്. ആ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം നമ്മുടെ അടുത്തേക്ക് എത്താൻ എത്ര സമയം? 8 മിനിറ്റും 20 സെക്കൻഡും വേണം. നമ്മുടെ മനസ്സ് അത്രമാത്രം പവർഫുള്ളാണ്. ഒരു ദിവസം മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ 50,000-നും 70,000-നുമുള്ള വ്യത്യസ്ത ചിന്തകളാണ് മനുഷ്യ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. ശരാശരി 60,000 ചിന്തകൾ. ഈ ചിന്തകളെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുക, അതാണ് ഈ മൈൻഡ്ഫുൾ എന്ന് പറയുന്നത്. വികാരങ്ങൾ എന്ത് വികാരങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിയാം, അതാണ് മൈൻഡ്ഫുൾ. നമ്മുടെ ഋഷിവര്യന്മാർ ചെയ്തിരുന്നതാണ്. അവർക്ക് ആ ധ്യാനത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഫോക്കസിലൂടെ പല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നത് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, അർജുനനോട് പറയുന്നതാണ്, നിനക്ക് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ, നിനക്ക് നിന്റെ മനസ്സിനെ ജയിക്കാൻ സാധിച്ചാൽ നിനക്ക് ഈ ലോകത്തെ തന്നെ ജയിക്കാൻ സാധിക്കുന്നു. ലോകത്തെ വെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ. തീർച്ചയായിട്ടും അതിന് സാധിക്കുമാറാകട്ടെ.
അനിരുദ്ധജിയുടെ ആ ഒരു യത്നം അതൊരു മഹായത്നം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. തീർച്ചയായും അതിന് മൈൻഡ് മാസ്റ്ററിയുടെ എല്ലാവിധത്തിലുള്ള ഭാവങ്ങളുമുണ്ട്. അനിരുദ്ധജിക്ക്, എന്റെ പ്രിയ സുഹൃത്തിന് ഞാൻ ആത്മാർത്ഥമായി തന്നെ ആ വാക്ക് തരുന്നു, ഞാനുണ്ട് കൂടെ. ഒപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നത് വന്നതും പറഞ്ഞൊരു കാര്യമാണ്. വളരെയധികം വിഷണറിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി കാഴ്ചപ്പാടുള്ള ഡൈനാമിക് ലീഡർ സ്മിതോഷ്. അദ്ദേഹത്തിന് ഒരു വാക്ക് തരുന്നു, തീർച്ചയായും വിഭാവനം ചെയ്യുന്നത് പോലെ തന്നെ സന്തോഷത്തോട് ജീവിക്കുന്ന ഒരു ജനത പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവണം. അതിന് പൂർണ്ണമായും മൈൻഡ് മാസ്റ്ററിയുടെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റിയോടൊപ്പം ഞങ്ങളുമുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഒരു നല്ലൊരു ജനതയെ, സന്തോഷമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മുനിസിപ്പാലിറ്റി ഉണ്ടെന്നും കൂടി ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷപൂർവ്വം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. 2026 എന്ന ഈ വർഷം വൈകിയ വേളയിലാണെങ്കിലും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ ഒത്ത തുടിക്കുന്ന ഒരു ചെയർമാൻ, അദ്ദേഹവുമായിട്ട് ഇതിന് മുമ്പും പല അവസരങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായും നമ്മളെയൊക്കെ തന്നെ പുതിയ ലോകത്തേക്ക് നയിക്കാൻ കഴിവുള്ള സ്മിതേഷ് ജി, നമ്മുടെ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ രഘുനാഥ് പാറക്കൽ സാറിനെ ഞാൻ ആദ്യം ഇന്നാണ് പരിചയപ്പെടുന്നത്, പാർത്ഥസാരഥി സാർ, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറും വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള അദ്ദേഹത്തെ, അതുപോലെ ഇവിടെ കൂടി എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഇന്നിവിടെ നമ്മൾ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ കാര്യം വളരെ വിദഗ്ധമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ഭദ്രദീപം ആദ്യം അനിരുദ്ധൻ അവരുടെ അമ്മ വളർത്തിയപ്പോൾ തന്നെ ഒരു സന്തോഷം, ഏറ്റവും വലിയൊരു സന്തോഷം, ആ മകൻ്റെ ആ ചൈത്രയാത്രയിൽ അമ്മയ്ക്ക് തോന്നുന്ന സന്തോഷം. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് ഈ ഹാപ്പിനെസ് ഒഴിവാക്കാൻ കഴിയില്ല. ഹാപ്പിനെസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് സാങ്കേതികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സംസാരിച്ച ചെയർപേഴ്സണൊക്കെ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അന്ന് പറഞ്ഞിരുന്നതാണ്. അന്നൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തൊന്നും നമ്മളൊക്കെ തരുന്നില്ല. എല്ലാവരും കംപ്ലീറ്റ് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മൊബൈലിലേക്ക് ചുരുങ്ങുന്ന ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ അടുത്തുള്ളത്. അപ്പം ഞാൻ ഈ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വെബ്സൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്, IT രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അനിരുദ്ധൻ അവരുടെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 10 വർഷത്തിലധികമായി. അതേപോലെ തന്നെ പാർത്ഥസാരഥി സാറായിട്ട് വളരെ പണ്ടുള്ള പഴക്കം എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ ലോകം ഈ AI ഒക്കെ വന്നതിന് ശേഷം നമ്മളൊക്കെ സെക്യൂരിറ്റി വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയും, നമ്മുടെ രൂപം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞതായിട്ടുള്ള പല ഫേക്കായിട്ടുള്ള പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വെറും 2-3 മിനിറ്റ് മാത്രമാണ് ChatGPT അല്ലെങ്കിൽ ജെമിനി, ഗ്രോക്കോ ഏത് ഉപയോഗിച്ചാലും. ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ പ്രോഗ്രാം വേറൊരു സ്ഥലത്ത് നടത്തുന്നതായിട്ടും നമ്മൾ പറയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് അതിനെ പ്രസന്റ് ചെയ്യുന്നതായിട്ടും ഉണ്ടാക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് താമസം മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മളുടെ സെക്യൂരിറ്റി ഒക്കെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം ഈ സാങ്കേതികമായ ഉയർച്ച കൊണ്ട് നമുക്കൊക്കെ തന്നെ വളരെ ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് നമുക്ക് വളരെ ചെലവ് കൂടിയ പല കാര്യങ്ങളും നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഒരു വസ്തു അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ സാങ്കേതിക വിദ്യയെ നമുക്ക് വളരെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മളുടെ ബിസിനസ് രംഗത്തും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ സാങ്കേതികമായ വിദ്യയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ കുറേ ആളുകളെ വിളിച്ചു കൂട്ടി ഷൂട്ടിംഗ് സംവിധാനങ്ങളൊന്നും കൊണ്ടുവരണ്ട. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ളതിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് നമ്മളുടെ ഉദ്ദേശം, ആ ഉദ്ദേശം സതുദ്ദേശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ആളുകളെ പഠിപ്പിക്കുകയും
അതുപോലെ തന്നെ ഈ മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ എതിരായിക്കൊണ്ട് എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടാക്കുക, എല്ലാവരുടെ മനസ്സിലും സന്തോഷത്തിന്റെ വിത്ത് പാകുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന അവർ നടത്തുന്ന ഈ പ്രയാണത്തില് നമ്മളുടെ മുനിസിപ്പാലിറ്റിക്കും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ചെയ്തു കിട്ടാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടാകും, അവർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ആണ് നമുക്ക് ഇന്ന് ഇവിടുന്ന് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിനും അനിരുദ്ധൻ സാറിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അതിന് അദ്ദേഹം ഒരു ആപ്പ് കൂടി, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കൂടി ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതായത് നമുക്കൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെഡിറ്റേഷൻ ഹാപ്പിനെസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കരയുന്ന കുട്ടിക്ക് ഒരു ചെറിയൊരു ടോയ് കിട്ടിയാൽ ചെറിയൊരു ഹാപ്പിനെസ് ആയി, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കിട്ടിയാൽ ചെറിയൊരു ഹാപ്പിനെസ് ആയി. പക്ഷെ ഈ ഹാപ്പിനെസ് ഒക്കെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ഒരു യുവാവ് വിദ്യാഭ്യാസം കഴിഞ്ഞു, നല്ല മാർക്കോട് കൂടി പാസ്സായി, അദ്ദേഹം ഹാപ്പി അല്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പം തക്കതായ ഒരു ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുടുംബം വേണം. അപ്പൊ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വിവിധ ആളുകളിൽ ഹാപ്പിനെസ് വ്യത്യസ്തമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ നമ്മളുടെ മൈൻഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ പരമാവധി അദ്ദേഹത്തോടൊപ്പം എല്ലാവിധ സാങ്കേതിക സഹായവും ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടും ഇവിടെ വന്ന് എത്തി സംസാരിക്കാൻ അവസരം തന്ന അദ്ദേഹത്തോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ സ്മിതേഷ്, മറ്റു വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അനിരുദ്ധിൻ്റെ മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് എന്ന ഈ സംരംഭത്തിന്